പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാവുന്നവർ എഴുന്നേറ്റ് നിൽക്കാം. ദൈവത്തിൻ്റെ കരുണയ്ക്കായി നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയം, ദൈവകരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്ന സമയം ദൈവാനുഗ്രഹത്തിൻ്റെ വലിയ സമയമാണ്. നമ്മുടെ എല്ലാ അവസ്ഥകളും ആവശ്യങ്ങളും കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ ജീവിതം കർത്താവിന് ഭരമേൽപ്പിക്കാം. ഇന്ന് നമ്മൾ ജീവിതത്തിൽ നേരിടുന്ന എല്ലാ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ, തിക്താനുഭവങ്ങൾ, ഇല്ലായ്മകൾ, വല്ലായ്മകളെല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങളും ലോകം മുഴുവൻ്റെയും ആവശ്യങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി അല്പസമയം സ്വതന്ത്രമായിട്ട് നമുക്ക് നമ്മുടെ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും ചെയ്യാം. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവെ, ഞങ്ങൾ ഉയർന്നങ്ങയെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കർത്താവെ, അങ്ങയുടെ നാമം ഞങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നു. ആ നാമത്തിൽ അത്ഭുതങ്ങളും അടയാളങ്ങളും മാനസാന്തരങ്ങളും സംഭവിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറിക്കിട്ടട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ്. ദൈവകരുണയിൽ വിശ്വാസം അർപ്പിക്കുന്നവർക്ക് ആ കരുണ ലഭിച്ചിരിക്കും. ദൈവത്തോട് ചേർന്ന് നിന്ന് സാത്താനെ ചെറുത്തു തോൽപ്പിക്കാൻ പരിശ്രമിക്കുന്നവർക്ക് അത് സാധ്യമായിരിക്കും. നമുക്ക് ആ ബോധ്യത്തോടെ ഈ മണിക്കൂറിൻ്റെ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്ന് ഞങ്ങൾക്ക് കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ, തിരുജലമേ, ഞങ്ങളങ്ങയിൽ ശരണപ്പെടുന്നു. സംസ്ഥാനങ്ങളിലിരിക്കാം. അല്പസമയം ദൈവ കരുണയെ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്ന സമയമാണ്. ദൈവ വചനത്തിൻ്റെ വെളിച്ചത്തിൽ കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുമ്പോൾ ദൈവത്തിൻ്റെ കരുണയ്ക്ക് നമ്മളും യോഗ്യരാകും. ദൈവം വാഗ്ദാന പ്രകാരം നമ്മുടെ മേൽ അവിടുത്തെ കരുണ വർഷിക്കുകയും ചെയ്യും. ചില കാര്യങ്ങൾ വചനം വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതിൽ ഒന്ന്, ദൈവം കരുണയാണ് എന്നുള്ള യാഥാർത്ഥ്യം. നമുക്കറിയാം, ജ്ഞാനത്തിൻ്റെ പുസ്തകം 12-ാം അധ്യായം 13-ാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് അതാണ്. ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരുമില്ല. ദൈവത്തെ പോലെ കരുണയുള്ള മറ്റാരെയും നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് ദൈവം കരുണയാണ്. ഈ കരുണയുടെ ഉറവിടം എവിടെയാണ് എന്നുള്ളത് ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെ വിശുദ്ധര് വ്യക്തമാക്കിയിരിക്കുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ച് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, മനുഷ്യർക്ക് ഇന്ന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് ദൈവത്തിൻ്റെ കരുണയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കരുണ കിട്ടാൻ നമ്മൾ ആഗ്രഹിക്കുകയും അത് കിട്ടാനുള്ള വഴികളിലൂടെ നമ്മൾ സഞ്ചരിക്കുകയും ചെയ്യണം എന്നുള്ളത് ഈ വിശുദ്ധൻ നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇന്ന് വചന വെളിച്ചത്തിൽ ചിന്തിക്കാൻ പോകുന്നത് ഈ കരുണ കിട്ടാനുള്ള ചില ഉറപ്പുള്ള പാതകൾ, മാർഗങ്ങൾ, അത് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ വചനഭാഗങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്താൽ നമുക്കും ദൈവത്തിൻ്റെ കരുണ കിട്ടും. ഈ കരുണയ്ക്ക് നമ്മൾ യോഗ്യരാകും. നമുക്ക് ഏതാനും വചനഭാഗങ്ങൾ എടുക്കാം. പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 6 മുതലുള്ള വചനങ്ങൾ ഇതിനോടകം നമുക്ക് വളരെ സുപരിചിതമാണ്. പുറപ്പാട് 20-6 മുതൽ ദൈവത്തിൻ്റെ കരുണ കിട്ടാനുള്ള വളരെ ഉറപ്പുള്ള ഒരു പാത ഇവിടെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. എങ്ങനെയാണ്?
ദൈവത്തെ സ്നേഹിക്കുക, അവിടുത്തെ കൽപ്പനകൾ പാലിക്കുക. ദൈവത്തിൻ്റെ കരുണ നിനക്ക് ലഭിച്ചിരിക്കും. ഏതാണ്ടൊരു പാക്കേജ് പ്രോഗ്രാം പോലെ കർത്താവ് വചനത്തിൽ എടുത്ത് കാണിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കുക. ദൈവത്തെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കുക. യോഹന്നാൻ 14:15 മുതൽ വായിക്കുമ്പോൾ അതിൻ്റെ സന്ദേശം അതാണ്. ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ പറ്റണമെങ്കിൽ നാം ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിക്കുന്നവരായി മാറും. കൽപ്പനകൾ പാലിക്കാത്തവര് ലോഡ് ഐ ലവ് യു, ദൈവമേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ വ്യാജം പറയുന്നവരായി മാറും. അത് ഒരു പാപമാണ് എന്ന് നമുക്കറിയാം. വ്യാജം നമ്മൾ ആ ഒരു ഗണത്തിലേക്ക് നമ്മുടെ ജീവിതം താഴ്ത്തരുത് എന്നുള്ളത് നമ്മളെപ്പോഴും ഹൃദയത്തിൽ ഉറപ്പിക്കേണ്ട ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ കൽപ്പനകൾ പാലിക്കും. ദൈവത്തെ സ്നേഹിക്കുന്നതിൻ്റെ ഭാഗമായി കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് ഉറപ്പായിട്ടും അവരുടെ ജീവിതത്തിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് കരുണ. കാരണം അത്ര വ്യക്തതയോടെ കർത്താവ് പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ കൽപ്പനകൾ പാലിക്കുകയും ചെയ്യുന്നവരുടെ മേൽ, അതും പോരാഞ്ഞിട്ട് അവരുടെ തലമുറയുടെ മേൽ പോലും ദൈവം കരുണ ഭക്ഷിക്കും. ഇപ്രകാരം നമ്മൾ ജീവിക്കുന്നെങ്കിൽ നമ്മുടെ വരും തലമുറയ്ക്കും അതൊരു അനുഗ്രഹമായി മാറും എന്നുള്ളത് കർത്താവ് നമ്മെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഈ ഒരു കാര്യം ചെയ്തുകൊണ്ട് ദൈവകരുണയ്ക്ക് യോഗ്യരാകാൻ നമുക്ക് പറ്റണം. നമുക്ക് പറ്റുന്ന രീതിയിലെല്ലാം സങ്കീർത്തനം 119 അതിലൂടെ കടന്നു പോകുമ്പോൾ പല ആവർത്തി അവിടെ സങ്കീർത്തകൻ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ആനന്ദം കർത്താവിൻ്റെ കൽപ്പനകൾ പാലിച്ച് ജീവിക്കുന്നതിലാണ്. എൻ്റെ ജീവിത ലക്ഷ്യം ദൈവത്തെ അനുസരിച്ച് അവിടുത്തെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. നിയമാവർത്തന പുസ്തകം 4-ാം അധ്യായം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. 40 മുതൽ വായിക്കുമ്പോൾ, നീ കർത്താവിൻ്റെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കുന്നെങ്കിൽ നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ സ്വരം കേട്ടാണ് ജീവിക്കുന്നത് എങ്കിൽ നീ അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെടും, നിന്റെ കുടുംബാംഗങ്ങളുടെ മേൽ ദൈവത്തിൻ്റെ അനുഗ്രഹം വർഷിക്കപ്പെടും, നിന്റെ തലമുറ അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ടിത് വലിയൊരു കാര്യമാണ്. നമുക്കിത് ചെയ്യാൻ പറ്റിയാൽ കിട്ടുന്ന അനുഗ്രഹം വളരെ വലുതാണ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ അതനുസരിച്ച് ക്രമപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. പ്രഭാഷകൻ 1-ാം അധ്യായം 10-ാമത്തെ വചനം നമ്മൾ കാണുന്നുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ച് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്ന മറ്റൊരു കാര്യമുണ്ട്, ദൈവിക ജ്ഞാനം. നമ്മൾ കാണുന്നുണ്ട് ജ്ഞാനത്തിൻ്റെ പുസ്തകം 6:24 വായിച്ചാൽ, ജ്ഞാനികളുടെ എണ്ണം വർദ്ധിക്കുന്നതിലൂടെയാണ് ലോകം പോലും രക്ഷപ്പെടുക. അപ്പോൾ നമ്മുടെ കുടുംബം രക്ഷപ്പെടാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആ രക്ഷ കണ്ടെത്താൻ ലക്ഷ്യമാക്കേണ്ട ഒരു കാര്യമാണ് ദൈവിക ജ്ഞാനത്തിൻ്റെ അഭിഷേകം. ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകമുള്ളവർക്ക് ഏത് സാഹചര്യത്തിലും എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റും. നന്മ എവിടെയാണ് എന്നുള്ളത് അവർക്കറിയാൻ പറ്റും. ആ നന്മയിൽ നമ്മളെ എത്തിക്കുന്ന പാത ഏതാണ് എന്നുള്ളത് നമുക്കറിയാൻ പറ്റും. ഈ ജ്ഞാനത്തിൻ്റെ അഭിഷേകം ഇല്ലാത്തവർക്ക് മൊത്തം കൺഫ്യൂഷനായിരിക്കും. അവർക്ക് ശരി തെറ്റായി തോന്നാം, തെറ്റ് ശരിയായി തോന്നാം, നുണ അവർ സത്യമായിട്ട് വിശ്വസിക്കും, സത്യം നുണയായിട്ട് അവർ കരുതും. അങ്ങനെയുള്ളവർക്ക് ദുരിതം എന്നുള്ളത് യെശയ്യാ 5-ാം അധ്യായത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യമാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നമ്മുടെ സ്നേഹത്തിൻ്റെ അളവനുസരിച്ച് ജ്ഞാനത്തിൻ്റെ അളവിലും വ്യത്യാസം വരും. നമുക്ക് വേണമെങ്കിൽ അല്പസ്വല്പം കാര്യങ്ങളൊക്കെ അറിഞ്ഞ് അതനുസരിച്ച് പോകുന്നവരെ പോലെയാകാം. മുറിവൈദ്യൻ അപകടകാരിയാണ് എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം അതുകൊണ്ട് തന്നെ അറിവ് നമ്മൾ ആഴത്തിൽ അത് സമ്പാദിക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തണം. അതിന് വേണ്ട കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, നീ സ്നേഹത്തിൽ വളരുക, നിന്റെ ജ്ഞാനം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ ജ്ഞാനം വർദ്ധിച്ചു കഴിയുമ്പോൾ നിനക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ എളുപ്പമുണ്ട്. ദൈവം തന്നെ നമ്മുടെ കൂടെ നിന്ന് അത് നടത്തിത്തരുന്ന അനുഭവം നമുക്കുണ്ടാകും. ഇതാണ് ലൂക്കാ 12:11-12 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെയും പറഞ്ഞിരിക്കുന്നൊരു കാര്യം, നീ എൻ്റെ നാമത്തിൽ നിലകൊള്ളുക, നീ എന്ത് പറയണം
നീ അപ്രകാരം നിന്റെ ജീവിതത്തിൽ നീങ്ങണം. ഇതെല്ലാം പരിശുദ്ധാത്മാവ് നിനക്ക് പറഞ്ഞു തരും. നാവിഗേഷൻ ഇട്ട് നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ അതിങ്ങനെ പറഞ്ഞു തന്ന് നമ്മളെ ഓരോ സ്ഥലത്തും തിരിക്കാൻ സഹായിക്കുന്നത് പോലെ, തിരിയാൻ സഹായിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ വഴി നടത്തും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നേർവഴിയിൽ നയിക്കും. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ ലക്ഷ്യത്തിലെത്തിക്കും. ഇതാണ് ഈ ലൂക്ക 12:11-12 വായിക്കുമ്പോൾ അതിൻ്റെ കാതലായ സന്ദേശം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. ഉൽപ്പത്തി 29:20 വചനം എടുക്കുമ്പോൾ നമ്മൾ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന വലിയൊരു നേട്ടം അവിടെ പറഞ്ഞിട്ടുണ്ട്. അറിയാലോ, ചില കാര്യങ്ങളൊക്കെ നമുക്ക് ഭാരപ്പെടുത്തുന്നത് പോലെ തോന്നാം. ചിലർക്ക് ചെറിയ സഹനം വലിയ ഭാരമാണ്. വേറെ ചിലർക്ക് വലിയ സഹനം ചെറിയ ഭാരമായിട്ട് അനുഭവപ്പെടാറുള്ളൂ. എപ്പോഴാണ് ഈ വ്യത്യാസം വരിക? നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം കുറുകിപ്പോയാൽ ചെറിയ സഹനം വലിയ ഭാരമായിട്ട് തോന്നും. പക്ഷേ ദൈവത്തോടുള്ള സ്നേഹം വേണ്ടതുപോലെ വളർന്നു നിൽക്കുമ്പോൾ വലിയ സഹനം പോലും നമുക്ക് ചെറിയൊരു ഭാരം പോലെ അനുഭവപ്പെടുത്തുള്ളൂ. ഉൽപ്പത്തി 29:20 നമ്മൾ കാണുക, 7 വർഷക്കാലം ലാബാന്റെ കീഴിൽ ഒരടിമയെപ്പോലെ നിന്ന് ജോലി ചെയ്ത ഒരു വ്യക്തിയാണ് യാക്കോബ്. ഇനി അതെല്ലാം ഏതാനും ദിവസങ്ങൾ പോലെ കടന്നുപോയി. അവനതൊന്നും വലിയ ഭാരമായിട്ട് തോന്നിയില്ല. കാരണം പറഞ്ഞിരിക്കുന്നത്, അവന് റാഹേലിനോടുണ്ടായിരുന്ന പ്രണയം. ഒരു സൃഷ്ടിയെ പ്രണയിച്ചപ്പോൾ ഇത്രയും വലിയ നേട്ടം ഉണ്ടായെങ്കിൽ സൃഷ്ടാവായി ദൈവത്തെ പ്രണയിച്ചാലോ ഈ ലോകത്തിലൊന്നും നമുക്ക് എടുക്കാൻ പറ്റാത്തൊരു ഭാരമായിട്ട് നമുക്ക് തോന്നില്ല. കാരണം ദൈവത്തോടുള്ള നമ്മുടെ പ്രണയ സ്നേഹം, ആ ഒരു സ്നേഹത്തിൽ എത്താനായിട്ട് നമ്മൾ ആഗ്രഹിക്കുക, പരിശ്രമിക്കുക, അതിനായിട്ട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് നമ്മുടെ ജീവിത ലക്ഷ്യമാക്കി നമ്മൾ ഓരോരുത്തരും മാറ്റേണ്ടത്. അതുകൊണ്ടാണ് 1 കൊറിന്തോസ് 14-1 വചനം പറയുന്ന ഒരു കാര്യമുണ്ട്, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. അങ്ങനെ ഒരു ലക്ഷ്യം, ഉന്നതമായ ലക്ഷ്യം നമുക്കുണ്ടാകണം. ആ ലക്ഷ്യത്തിൽ എത്താനുള്ള ഒരു പരിശ്രമമായിരിക്കണം നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചുവടുവയ്പ്. പ്രഭാഷകൻ 34:9 വചനം എടുക്കുമ്പോൾ ഈ ദൈവത്തെ സ്നേഹിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങളുടെ വലിയൊരു ലിസ്റ്റ് അവിടെ കാണാൻ പറ്റും. അത് മനസ്സിലാക്കിയാൽ നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാൻ പോകുന്നൊരു വിഷയം ഇതായിരിക്കും, കർത്താവേ സ്നേഹത്തിൽ എന്നെ വളർത്തണമേ. ലോർഡ് ഇൻക്രീസ് മൈ ലവ് ഫോർ യു. നിന്നോടുള്ള എൻ്റെ സ്നേഹം വളരണം, സ്നേഹത്തിൽ ഉത്തരോത്തരം വളരണം, സ്നേഹത്തിൽ വേരുവാകെ അടിയുറയ്ക്കണം. ഇതെല്ലാം ദൈവവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്ന ഒരു കാര്യമാണ്. പ്രഭാഷകൻ 34:19 ദൈവത്തെ സ്നേഹിക്കുന്നവർക്കുണ്ടാകുന്ന നേട്ടങ്ങൾ. 1, ദൈവം അവർക്ക് ശക്തമായ സംരക്ഷണമായിട്ട് മാറും. ഈ സംരക്ഷണം നമുക്ക് വളരെ ആവശ്യമാണ്. ദൈവം നമുക്ക് സംരക്ഷണം തരുന്നെങ്കിൽ ആ സംരക്ഷണ തണലിൽ നിന്നും ആർക്കും നമ്മളെ അകറ്റാൻ പറ്റത്തില്ല. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ദൈവം അവർക്ക് ഉറപ്പുള്ള താങ്ങായി മാറും. ദൈവം താങ്ങുന്നവർ തളരത്തില്ല. അവർ വീഴാൻ തുടങ്ങിയാലും ദൈവം അവരെ താങ്ങി നിർത്തും. അതാണ് അതിൻ്റെ പ്രത്യേകത. വീണ്ടും ദൈവം അവർക്ക് ചുടുകാട്ടിൽ അഭയമായിരിക്കും, പൊരിവെയിലിൽ തണലായിരിക്കും. നല്ല വെയിലത്തൊക്കെ ഇച്ചിരി തണല് കണ്ട് അതിൻ്റെ അടിയിൽ പോയി നിൽക്കുന്നത്, ആ തണലിൽ നിൽക്കുന്നത് നമുക്കൊരു സന്തോഷപ്രദമായൊരു കാര്യം, ആശ്വാസപ്രദമായ ഒരു കാര്യമാണ്. വീണ്ടും പറഞ്ഞിരിക്കുകയാണ്, ഇടറാതിരിക്കാൻ സംരക്ഷണമായിട്ട് ദൈവം മാറും. നമ്മുടെ ജീവിതത്തിൽ ഒരു തളർച്ചയോ ഇടർച്ചയോ ഇതൊന്നും വരാൻ കർത്താവ് അനുവദിക്കില്ലെന്ന്. നമുക്ക് ഈ ഒരു സന്ദേശം ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അത് ജീവിക്കുന്നതിലൂടെ ദൈവകരുണയുടെ നിറവിൽ ജീവിക്കുവാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് പ്രാർത്ഥിക്കാം. നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും, വ്യക്തിപരമായ ആവശ്യങ്ങളും കുടുംബത്തിൻ്റെ ആവശ്യങ്ങളും സ്വർഗത്തിലേക്ക് ഉയർത്തി കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവെ ഏറ്റെടുക്കണമേ, ഞങ്ങളുടെ ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം അവിടുന്ന് ഏറ്റെടുക്കണമേ. ഞങ്ങളെ അനുഗ്രഹിക്കണമേ, ഞങ്ങളുടെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ. ലോകം മുഴുവനെയും കർത്താവെ അവിടുത്തെ കരുണയാൽ നിറയ്ക്കണമേ. ഹല്ലേലൂയ.
ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന, എന്നുമെന്നും അങ്ങേക്കാരാധന.